ഒരിക്കൽ കൂടി എല്ലാവർക്കും KTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് SSC JEയുടെ വരാൻ പോകുന്ന SSC JE 22-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന SSC JEയുടെ AC ഫണ്ടമെന്റൽസിലെ എക്സ്പെക്റ്റഡ് PYQs ആണ് നോക്കാനായിട്ട് പോവുക. ഓക്കെ, പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള PYQs നമ്മൾ ജസ്റ്റ് നോക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ വേഗം നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഒരുപക്ഷെ ഇതായിരിക്കും നിങ്ങളുടെ എക്സാമിന് മുൻപുള്ള അവസാനത്തെ ക്ലാസ് ഇതായിരിക്കും. ഇതല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ക്ലാസ് കൂടി ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് മെയിനായിട്ട് നിങ്ങൾ കണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഈ ഭാഗത്ത് നിന്ന് ഒരു എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു 10 മാർക്സ്, അപ്രോക്സിമേറ്റ്ലി 5 to 6 മാർക്സ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, 5 to 6 മാർക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് AC ഫണ്ടമെന്റൽസിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ സെഷനിലോട്ട് പോകുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. അതായത് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ വോൾട്ടേജിനെ അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് VM sin omega t പ്ലസ് ഓർ മൈനസ് 5. ഓക്കെ, ഇതാണ് നോർമലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഒരു ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് വിനെ ഒരു ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇതിന് പകരം നമുക്ക് കോസിൻ്റെ ടേംസിലും റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ തന്നെയാണ് നമ്മൾ കറണ്ടും I = Im സൈൻ ഓർ കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. ഓക്കെ, ഇതിൽ ഈ 5 ആണ് നമ്മുടെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 5നെയാണ് നമ്മൾ ഫേസ് ആംഗിൾ എന്ന് പറയാം. ഓക്കെ, ഇത് റേഡിയൻസിലായിരിക്കും നോർമലി നമ്മൾ കാണാം. ഓക്കെ, ഇതിൽ ഈ ഒമേഗ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ടേം ആണ്. ഓക്കെ, ഒമേഗ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു N എന്ന ടേമും കൂടെ ഉണ്ടെങ്കിൽ ഇത് അതിൻ്റെ ഹാർമോണിക് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ കുറേ ടേമുകൾ കേട്ടിട്ടുണ്ട്. ഹാർമോണിക്സ്, nth ഹാർമോണിക്, 7th ഹാർമോണിക്, 5th ഹാർമോണിക്. അത് ഇവിടെ N നമ്മൾ ഏതാണെങ്കിൽ ആ N ആണ് ഹാർമോണിക്സ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതിൽ ഈ VM എന്ന് പറയുന്നത് ആ ക്വാണ്ടിറ്റിയുടെ മാക്സിമം വാല്യൂ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ മാക്സിമം വാല്യൂ ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി. ഓക്കെ, ഇത് വോൾട്ടേജ് ആണ്, അപ്പോൾ ഇത് മാക്സിമം വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യം ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, രണ്ടാമത്തത് ഓർത്തിരിക്കേണ്ടത് അതിൻ്റെ RMS വാല്യൂ എന്തായിരിക്കുന്നതാണ്. ഓക്കെ, ഏത് ക്വാണ്ടിറ്റിയുടെയും RMS വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ √2. ഓക്കെ, ഇതാണ് അതിൻ്റെ RMS വാല്യൂ. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിൽ അവർ വേറൊന്നും തന്നിട്ടില്ലെങ്കിൽ തന്നിരിക്കുന്ന ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ മാക്സിമം വാല്യൂ ആയിരിക്കും. എക്സാമ്പിൾ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുകയാണ് V = 24 sin omega t എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേറെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ 24 എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം വാല്യൂ ആയിരിക്കും. ഓർത്തിരിക്കുക, അതിൻ്റെ മാക്സിമം വാല്യൂ ആയിരിക്കും. ഓക്കെ, അടുത്തത് ഓർത്തിരിക്കേണ്ടത് പറഞ്ഞതുപോലെ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ √2 ആണ്. ഓക്കെ, ഇനി ഓർത്തിരിക്കേണ്ടത് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക്, ഫോം ഫാക്ടറും അതുപോലെ തന്നെ പീക്ക് ഫാക്ടറും. ഓക്കെ, ഈ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഫോം ഫാക്ടർ ഇസ് ഡിഫൈൻഡ് ആസ് ദി എഫക്റ്റീവ് വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. അതായത് ഫോം ഫാക്ടർ എന്ന് വെച്ചാൽ RMS വാല്യൂ ഡിവൈഡഡ് ബൈ അതിൻ്റെ ആവറേജ് വാല്യൂ. ഇതാണ് നമ്മുടെ ഫോം ഫാക്ടർ എന്ന് പറയാം. RMS വാല്യൂ നമുക്ക് വേറെ ടേംസ് ഏതാണെന്ന് വെച്ചാൽ ഇഫക്റ്റീവ് വാല്യൂ എന്ന് നമ്മൾ അതിനെ പറയും. ഓക്കെ, ഇഫക്റ്റീവ് വാല്യൂ അല്ലെങ്കിൽ RMS വാല്യൂ. ഓക്കെ, ഇതാണ് ഫോം ഫാക്ടർ. എന്താണ് പീക്ക് ഫാക്ടർ? പീക്ക് ഫാക്ടർ നമ്മുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കും. പീക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം. അപ്പോൾ അതെന്തായിരിക്കും? മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ. ഓക്കെ, അപ്പോൾ രണ്ട് ഫാക്ടറിലും, ഫോം ഫാക്ടറിലും അതുപോലെ തന്നെ പീക്ക് ഫാക്ടറിലും RMS ടേം എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ പീക്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പീക്ക് എന്ന ഓർമ്മയിലേക്ക് വരുമ്പോൾ തന്നെ മാക്സിമം ഓർമ്മയിലേക്ക് വന്നു. ന്യൂമറേറ്ററിൽ നമ്മൾ പറഞ്ഞു, പിന്നെ പഠിച്ചു RMS രണ്ട് ടേംസിലുണ്ട്, അപ്പോൾ ഡിവൈഡഡ് ബൈ RMS. ഫോം ഫാക്ടർ എന്താണ്? അതിൻ്റെ നേരെ റിവേഴ്സ്, RMS ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. ഓക്കെ, ഇതാണ് ആദ്യത്തെ 3 പോയിന്റ് കൊടുത്തിരിക്കേണ്ടത്. ഇനി അടുത്തത് മെയിനായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിരിക്കുക, രണ്ട് ക്വാണ്ടിറ്റീസ് തന്നിട്ട്, വോൾട്ടേജും കറണ്ട് തന്നിട്ട് അത് തമ്മിലുള്ള ഫേസ് ആംഗിൾ എന്താണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ധാരാളം ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു രണ്ട് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ അത് രണ്ടും ഒരേ ടേംസിലായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് V തന്നു, V = Vm sin omega t എന്ന് തന്നു, ഒമേഗ ടി എന്ന് പറഞ്ഞ് തന്നു. അതുപോലെ നിങ്ങൾക്ക് വേറൊരു കറണ്ട് തന്നു, I = Im cos omega t. ഓക്കെ, ഇങ്ങനെ രണ്ട് ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് ഇത് തമ്മിലുള്ള ഫേസ് ആംഗിൾ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ നേരെ ഏതും ഇത് തമ്മിലുള്ള ഫേസ് ആംഗിൾ
കാരണം ഒമേഗ ടി ആണ്, ഇത് ഒമേഗ ടി ആണ്, വേറെ പ്ലസ് ഓർ മൈനസ് 5 ഒന്നും കാണാനില്ല. അപ്പോൾ ഇതിൻ്റെ ഫേസ് ആംഗിൾ 5 0 ആണ് നിങ്ങൾ പറയും. പക്ഷേ ഇത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കേണ്ടത് രണ്ട് ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ടും ഒരേ ടേംസിലായിരിക്കണം. ഓക്കെ, ഇത് വി എം സൈൻ ഒമേഗ ടി ആണെങ്കിൽ നിങ്ങളുടെ കറണ്ടും സൈൻ ഒമേഗ ടിൻ്റെ ടേംസിലായിരിക്കണം. അല്ലെങ്കിൽ കറണ്ട് കോസ് ഒമേഗ ടിയിലാണെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് നമ്മൾ കമ്പയർ ചെയ്യുന്ന ക്വാണ്ടിറ്റി ഏതാണോ ആ ക്വാണ്ടിറ്റിയും അതേ ടേംസിൽ തന്നെയായിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്കൊരു കൺവേർഷൻ പഠിക്കണം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേബിൾ അല്ല, ഒരു ഷോർട്ട് കട്ടാണിത്. ഒരു ക്വാഡ്രാന്റ് വരയ്ക്കാം. ഇങ്ങനെ ക്വാഡ്രാന്റ് വരച്ച് കഴിഞ്ഞിട്ട് ഇവിടെ പോസിറ്റീവ് സൈഡിൽ കോസ് റൈറ്റ് സൈഡിൽ, അതുപോലെ തന്നെ അടിയിൽ അതിൻ്റെ സൈൻ എഴുതാം. ഓക്കെ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എഴുതാം. മൈനസ് സൈന് ഇവിടെ മൈനസ് കോസ്. ഓക്കെ, ഇനി നിങ്ങൾ ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് ഓർ ലീഡിങ് ക്വാണ്ടിറ്റി എന്ന് പറയും. ഓക്കെ, പോസിറ്റീവ് അല്ലെങ്കിൽ ലീഡിങ് ക്വാണ്ടിറ്റി. അതേസമയം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ നീങ്ങുന്നതെങ്കിൽ, അതിനെ നമ്മൾ നെഗറ്റീവ് അല്ലെങ്കിൽ ലാഗിങ് ക്വാണ്ടിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്ര ഓർത്തിരിക്കുക. ഒരു ക്വാഡ്രന്റ് വരയ്ക്കുക. റൈറ്റ് സൈഡിൽ കോസ് എഴുതാം, ഡൗൺ സൈഡിൽ സൈൻ എഴുതാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈനിൽ ഉള്ള ക്വാണ്ടിറ്റി എഴുതാം. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനെ നമ്മൾ ചേഞ്ച് ചെയ്യുക? ഇപ്പം നമ്മളിവിടെ പറഞ്ഞു, ഇവിടെ ഇതാ പറഞ്ഞു വി എം സൈൻ ഒമേഗ ടി ആണ്, ഇത് ഐ എം സൈൻ ഒമേഗ ടി ആണ്. ഇത് രണ്ടും കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ടും ഒരേ ടേംസിലായിരിക്കണം. അതുപോലെ തന്നെ രണ്ടിൻ്റെയും പൊളാരിറ്റി സെയിം ആയിരിക്കണം. ഇത് പോസിറ്റീവും ഇതും പോസിറ്റീവ് തന്നെ ആയിരിക്കണം. ഇത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റീനെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ധാരാളം ചോദിക്കാറുണ്ട് SSC ലെവലിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഗ്രാഫ് വരയ്ക്കാം. ഇനി എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന രണ്ട് ക്വാണ്ടിറ്റീസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാണ്ട് നോക്കാം. ഇതിനെ V = Vm sin ഒമേഗ ടി ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സൈൻ ഒമേഗ ടി ആണ്, പോസിറ്റീവ് സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ ഇതാണ് പോസിറ്റീവ് സൈൻ ഒമേഗ ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഈ Vm sin ഒമേഗ ടി നമ്മുടെ എടുക്കുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ Vm sin ഒമേഗ ടി എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി കറണ്ട് എന്താണ്? കറണ്ട് Im cos ഒമേഗ ടി, അതും പോസിറ്റീവ് ആണ്. ഓക്കെ, അത് കോസ് ടേംസിലാണ്. അപ്പോൾ ഈ ഒരു ക്വാഡ്രാന്റ് അല്ലെങ്കിൽ ഈ ലൈനിലാണ് കോസ് ഒമേഗ ടി കിടക്കുക. കാരണം അതിൽ വേറെ ഫേസ് ആംഗിൾ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും നമ്മൾ ഇതാണ് നമ്മുടെ Im cos ഒമേഗ ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്നുകിൽ നമുക്ക് സൈൻ ഒമേഗ ടിനെ കോസ് ഒമേഗ ടി ടേംസിലേക്ക് ആക്കണം, അല്ലെങ്കിൽ കോസ് ഒമേഗ ടിനെ സൈൻ ഒമേഗ ടി ടേംസിലേക്ക് ആക്കണം. അപ്പോൾ നമ്മൾ റെഫറൻസ് ആയിട്ട് ഒരെണ്ണം എടുക്കാം. ഓക്കെ, ഈ കേസിൽ നമ്മൾ സൈൻ ഒമേഗ ടിനെ റെഫറൻസ് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സൈൻ ഒമേഗ ടി. ഓക്കെ, ഇതാണ് നമ്മുടെ റെഫറൻസ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റെഫറൻസിൽ നിന്ന് നമുക്ക് ഏത് ക്വാണ്ടിറ്റീനെയാണോ മാറ്റേണ്ടതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ Im cos ഒമേഗ ടി ആണ് നമ്മുടെ മാറ്റേണ്ട ക്വാണ്ടിറ്റി. ഇതിനെയാണ് നമുക്ക് സൈനിൻ്റെ ടേംസിലോട്ട് മാറ്റേണ്ടത്. അപ്പോൾ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് സൈൻ ടി ആണ്. ഇതാണ് സൈൻ. ഓക്കെ, സൈൻ നമ്മൾ എടുക്കുന്ന റെഫറൻസ് സിഗ്നൽ ഏതാണ്? സൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ റെഫറൻസ് സിഗ്നലിനെ നമ്മൾ എത്ര തിരിച്ചാലാണ് നമ്മുടെ മെഷർ ചെയ്യണത്, അല്ലെങ്കിൽ ഏതിനെയാണ് മാറ്റേണ്ടത് ആ ക്വാണ്ടിറ്റിയിലോട്ട് എത്ര തിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ റെഫറൻസ്, സൈൻ ടി ആണ് നമ്മുടെ റെഫറൻസ്. ഓക്കെ, ഇതിനെ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രിയിൽ കോസ് ഒമേഗ ടി എത്തും. അതേസമയം നമ്മൾ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ 270 ഡിഗ്രി എടുക്കും. അപ്പോൾ നമ്മൾ ഇതിൽ ഷോർട്ടസ്റ്റ് പാത്താണ് നോർമലി എടുക്കാം. അപ്പോൾ നമ്മുടെ ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ സൈൻ ടി നമ്മുടെ ഏതിനെയാണോ മാറ്റേണ്ടത് ആ ക്വാണ്ടിറ്റിയിലോട്ട് എത്താനായിട്ട് 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് 90 എന്ന് പറയുന്ന ടേമിനെ ഈ തന്നിരിക്കുന്ന ടേമിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൈനിൻ്റെ ടേംസിൽ എഴുതാം. അപ്പം നമുക്ക് എങ്ങനെയാണ് സൈനിൻ്റെ ടേംസിൽ എഴുതാം? I will be equal to Im സൈൻ. കാരണം നമ്മൾ സൈനിലോട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ തിരിച്ചത്, റെഫറൻസ് എടുത്തത്. അതാണ് നമ്മുടെ റെഫറൻസ് സിഗ്നൽ. അതിന് നമ്മൾ ഏതിനെയാണോ മാറ്റേണ്ടത് ആ ക്വാണ്ടിറ്റിയിലോട്ട് തിരിക്കുന്ന സമയത്ത് തന്നെ ഈ കോസ് എന്ന് പറയുന്നത് സൈനായി മാറും. ഇനി എന്താണ്? ഒമേഗ ടി എത്രയാണ് തിരിച്ചത്? +90 ആണ് നമ്മൾ തിരിച്ചത്. അപ്പോൾ ആ +90 ഡിഗ്രി
ഓക്കെ, ഇനി മാത്രമാണ് നമുക്ക് ഈ വിനെയും ഐനെയും കമ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ഇതും സൈൻ ഒമേഗ ടി ടേമിലാണ്, ഇതും സൈൻ്റെ ടേമിലാണ്. ഓക്കെ, ഇനി ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ ഫേസ് ആംഗിൾ 90 ഡിഗ്രി എന്നാണ് കിട്ടുക. ഓക്കെ, 90 ഡിഗ്രി ആണ് ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ആംഗിൾ കിട്ടുക. നേരത്തെ നിങ്ങൾ പറഞ്ഞത് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക, രണ്ട് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസിനെ കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ടിൻ്റെയും പൊളാരിറ്റി സെയിം ആയിരിക്കണം, അതുപോലെ രണ്ടും ഒരേ ടേംസിലായിരിക്കണം. ഒന്നെങ്കിൽ എല്ലാം സൈൻ്റെ ടേംസിൽ, അല്ലെങ്കിൽ എല്ലാം കൊസൈൻ്റെ ടേംസിൽ. ഇതാണ് ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ AC ഫണ്ടമെന്റൽസിൽ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ പവർ ഫാക്ടർ. പവർ ഫാക്ടർ തന്നെയാണ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യണം നോക്കാം. നമുക്കറിയാം പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ വി ആൻഡ് ഐ. ഇറ്റ് ഈസ് ദി കൊസൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ വി ആൻഡ് ഐ. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള കൊസൈൻ്റെ ആംഗിൾ ആണ് നമ്മുടെ പവർ ഫാക്ടർ, cos 5. ഓക്കെ, അതിന് വേറെ രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? cos 5നെ റെസിസ്റ്റൻസ് ബൈ ഇംപിഡൻസ് എന്ന് നമുക്ക് എഴുതാം അതിനെ. ഓക്കെ, റെസിസ്റ്റൻസ് ബൈ ഇംപിഡൻസ് എന്ന് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെയാണ് എഴുതാൻ പറ്റുക പവർ ഫാക്ടറിനെ? റിയൽ പവർ ഡിവൈഡഡ് ബൈ അപ്പാരന്റ് പവർ. റിയൽ പവർ ഡിവൈഡഡ് ബൈ അപ്പാരന്റ് പവർ. അപ്പം എന്താണ് റിയൽ പവർ? റിയൽ പവർ VI cos 5 ആണ് നമ്മുടെ റിയൽ പവർ. എന്താണ് നമ്മുടെ അപ്പാരന്റ് പവർ? VI ആണ് നമ്മുടെ അപ്പാരന്റ് പവർ. അപ്പോൾ എന്താണ് നമ്മുടെ റിയാക്റ്റീവ് പവർ? റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ VI sin 5 ആണ്. ഓക്കെ, ഈ ടേംസ് കൊടുത്തിരിക്കുക. ആക്റ്റീവ് പവർ VI cos 5 ആണ്. ഇതാണ് നമ്മുടെ യൂസ്ഫുൾ പവർ എന്ന് പറയുന്ന ടേം ഇതാണ്. ഓക്കെ, ഇതാണ് യൂസ്ഫുൾ പവർ. നേരത്തെ പറഞ്ഞു RMS വാല്യൂ എന്ന് പറയുന്നതിന് വേറെ പേരാണ് എഫക്റ്റീവ് വാല്യൂ. അതുപോലെ യൂസ്ഫുൾ പവറിൻ്റെ വേറെ പേരാണ് വാട്ട്ഫുൾ പവർ അല്ലെങ്കിൽ ആക്റ്റീവ് പവർ. എസിനെ പറയുന്ന പേരാണ് അപ്പാരന്റ് പവർ. Q എന്ന് പറയുന്നത് റിയാക്റ്റീവ് പവർ ആണ്. ഇനി നമ്മുടെ കോംപ്ലക്സ് പവർ ഉണ്ട് S. കോംപ്ലക്സ് പവർ S എന്ന് പറഞ്ഞാൽ V × I കോംപ്ലക്സ്. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് പവർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യൻസ് വഴി നമുക്ക് ഇനി നോക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ബാക്കിയുള്ള തിയറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വഴി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദി ഇഫക്റ്റീവ് വാല്യൂ ഓഫ് വോൾട്ടേജ് ഗീവൺ ബൈ V = 100 + 25 sin 3 omega t + 10 sin 5 omega t വോൾട്ട് വിൽ ബി. ഓക്കെ, ഇഫക്റ്റീവ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇഫക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? RMS വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി ഓർത്തിരിക്കേണ്ടത് ഈ ഒരു ടേം നമ്മുടെ സ്റ്റാൻഡേർഡ് ടേമിലാണ്. VM sin omega t ആണ്. ഓക്കെ, ഇവിടെ nth ഹാർമോണിക്, തേർഡ് ഹാർമോണിക്സ് ആണ് വോൾട്ടേജിന്റെ. തേർഡ് ഹാർമോണിക്സിന്റെ ക്വാണ്ടിറ്റി ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 25 എന്താണ്? 25 എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം വാല്യൂ ആണ് VM1. അതുപോലെ 10 എന്ന് പറഞ്ഞാൽ VM2, രണ്ടാമത്തെ മാക്സിമം വാല്യൂ. ഇനി ഓർത്തിരിക്കാം, ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള ടേംസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റുക. ഓക്കെ, ഇഫക്റ്റീവ് വാല്യൂ അല്ലെങ്കിൽ VRMS, ടോട്ടൽ ഇഫക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ √VRMS1 സ്ക്വയർ പ്ലസ് VRMS2 ദി ഹോൾ സ്ക്വയർ, ഇങ്ങനെ പോകും. ഇതാണ് നമ്മുടെ ഇഫക്റ്റീവ് വാല്യൂ. തന്നിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റി ഇഫക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനാണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ എപ്പോഴാണ് വാലിഡ് ആവുക? എല്ലാ ഫ്രീക്വൻസിയും ഡിഫറെൻ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് സെയിം ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ആ സെയിം ഫ്രീക്വൻസിനെ ആദ്യം നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം അതിനെ മാറ്റാനായിട്ട്. ഇനി ഓർത്തിരിക്കേണ്ട അടുത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു DC ക്വാണ്ടിറ്റി, ഒരു DCയുടെ RMS വാല്യൂയും അതുപോലെ തന്നെ ആവറേജ് വാല്യൂയും സെയിം ആണ്. ഓർത്തിരിക്കാം, ഒരു DCക്ക് അതിൻ്റെ RMS വാല്യൂയും ആവറേജ് വാല്യൂയും സെയിം ആണ്. അങ്ങനെയെങ്കിൽ ഇത് 100 എന്ന് പറയുന്നത് ഒരു DC വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ RMS വാല്യൂ 100 തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ 20 VM sin omega t നമ്മൾ പറഞ്ഞു. RMS വാല്യൂ എന്താണ്? RMS വാല്യൂ ഈസ് VM അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ √2 ആണ് നമ്മുടെ RMS വാല്യൂ. ഓക്കെ, അപ്പോൾ VRMS2 എന്ന് പറഞ്ഞാൽ 25/√2 ആയിരിക്കും. VRMS3 എന്ന് പറഞ്ഞാൽ 10/√2 ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ സം ചെയ്യുകയാണെങ്കിൽ എഫക്റ്റീവ് വാല്യൂ അല്ലെങ്കിൽ ടോട്ടൽ എഫക്റ്റീവ് VRMS വിൽ ബി ഈക്വൽ ടു √100 ദി ഹോൾ സ്ക്വയർ. കാരണം എഫക്റ്റീവ് വാല്യൂ DC വാല്യൂ സെയിം ആണ്. രണ്ടാമത്തെ RMS വാല്യൂ എന്താണ്? 25/√2 ആണ് നമ്മുടെ RMS വാല്യൂ, അതിൻ്റെ സ്ക്വയർ പ്ലസ് 10 ഡിവൈഡഡ് ബൈ √2 ദി ഹോൾ സ്ക്വയർ. ഇതിൻ്റെ ഹോൾ സ്ക്വയർ ആണ് നമ്മുടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഇഫക്റ്റീവ് വാല്യൂ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ B ആയിരിക്കും. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക ഓപ്ഷൻ B ആയിരിക്കും, 101.8 വോൾട്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് എന്താണ്? ഒരു DC ക്വാണ്ടിറ്റിയുടെ RMS വാല്യൂയും അതുപോലെ തന്നെ അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ, RMS വാല്യൂ മാക്സിമം വാല്യൂയും സെയിം ആണ്. ഓക്കെ, ആവറേജ് വാല്യൂയും സെയിം ആണ്. അതുപോലെ തന്നെ മാക്സിമം വാല്യൂവിനെ
RMS വാല്യൂ കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിവൈഡഡ് ബൈ √2 ആണ്. ഓക്കെ, അതുപോലെ എഫക്റ്റീവ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എല്ലാം ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസിലായിരിക്കണം ഫ്രീക്വൻസി. അത് മെയിനായിട്ട് ഓർത്തിരിക്കാം. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, ഇൻ ആൻ RLC സർക്യൂട്ട് ദ സസെപ്റ്റൻസ് ഈസ് ഈക്വൽ ടു. RLC സർക്യൂട്ടിൽ സസെപ്റ്റൻസ് എന്താണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇംപിഡൻസ് എന്താണ്. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ സെഡ് ആണ്. സെഡിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഇവിടെ എഴുതാം. സെഡ് ആണ് നമ്മുടെ ഇംപിഡൻസ്. ഇതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം R+jX. ഇതാണ് നമ്മുടെ ഇംപിഡൻസ്. ഇതാണ് ഇംപിഡൻസ്. ഇതിനെ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. ഇത് നമ്മുടെ റിയാക്റ്റൻസ്. ഓക്കെ, ഇനി ഇതിൻ്റെ റിവേഴ്സ് ഇൻവേഴ്സ് എന്തായിരിക്കും, 1/y. ഓക്കെ ഓക്കെ 1/y എന്ന് പറഞ്ഞാൽ സെഡ് തന്നെയാണ്. ഓക്കെ, y എന്താണ്, y ആണ് നമ്മുടെ അഡ്മിറ്റൻസ്. y ആണ് നമ്മുടെ അഡ്മിറ്റൻസ്. yനെ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്, y = G+jb. ഇങ്ങനെയാണ് നമ്മൾ നോർമലി yനെ ചെയ്തത്. y എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ അഡ്മിറ്റൻസ് ആണ്. g എന്താണ്, കണ്ടക്റ്റൻസ്. g എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റൻസ്, അതായത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. ബി എന്ന് പറഞ്ഞാലാണ് നമ്മുടെ സസെപ്റ്റൻസ്. ബി ആണ് നമ്മുടെ സസെപ്റ്റൻസ്. സസെപ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്, ഇൻവേഴ്സ് ഓഫ് റിയാക്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഒരു RLC സർക്യൂട്ടിൽ. RLC സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ക്വാണ്ടിറ്റീസും അതിൽ വരും. ആറും എല്ലും സിയും എല്ലാം വരും. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ സെഡ് നമുക്ക് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. സെഡ് വിൽ ബി ഈക്വൽ ടു R+jX. ഓക്കെ, എക്സിനെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ വേണമെങ്കിൽ XL ± XC, അത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇനി y നമുക്ക് അതിൻ്റെ ഇൻവേഴ്സ് എടുക്കാം, y. ഓക്കെ, y എന്താണ്, അല്ലെങ്കിൽ അഡ്മിറ്റൻസ് എന്താണ്, 1/z ആണ്. 1/z എന്ന് പറഞ്ഞാൽ 1/R+jX. R+jX ഇങ്ങനത്തെ ടേംസ് നമ്മളെങ്ങനെയാണ്, ഇതിൻ്റെ നെഗറ്റീവ് എടുത്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യും. R-jX ഡിവൈഡഡ് ബൈ a+b × a മൈനസ് ടേമിൽ വരും. അപ്പോൾ a² + b² വരും. അപ്പോൾ R² + x² ആയിരിക്കും അതിൻ്റെ ഡിനോമിനേറ്റർ ടേം വരാം. ഓക്കെ, നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്, സസെപ്റ്റൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സസെപ്റ്റൻസ് എന്തായിരിക്കും, വൈൻ്റെ മീൻസ് കോംപ്ലക്സ് കോൺജുഗേറ്റ് വരുന്ന ടേം ആയിരിക്കും നമ്മുടെ സസെപ്റ്റൻസ്. അതായത് സസെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ബി എന്ന് പറഞ്ഞാൽ x ഡിവൈഡഡ് ബൈ R² + x² ആണ്. ഓക്കെ, ഇതിനെ വേറെ രീതിയിൽ എങ്ങനെ എഴുതാൻ പറ്റും, ഇതിനെ വേറെ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും x ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് z². കാരണം എന്താണ്, മോഡുലസ് ഓഫ് z എന്ന് പറഞ്ഞാൽ എന്താണ്, √R² + jX² ആണ് നമ്മുടെ R² + jX² ആണ് നമ്മുടെ z. ഓക്കെ, അപ്പോൾ z² എന്തായിരിക്കും, z² R² + x² ആയിരിക്കും നമ്മുടെ z² എന്ന് പറഞ്ഞാൽ. അപ്പോൾ സസെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ x ഡിവൈഡഡ് ബൈ z², അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്തത് മൂന്നാമത്തെ ചോദ്യം. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ചോദ്യം. The current read by the ammeter in the AC circuit shown in the following figure is. ഓക്കെ, തന്നിരിക്കുന്ന സർക്യൂട്ടിലെ എമ്മീറ്റർ റീഡ് ചെയ്യുന്ന വാല്യൂ എത്ര ആയിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ആൻസർ ചെയ്യാണിത്. ഇതൊരു പാരലൽ സർക്യൂട്ടാണ്. പാരലൽ സർക്യൂട്ടിൽ എന്താണ്, വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഒരു പാരലൽ സർക്യൂട്ടിൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് 3 ക്വാണ്ടിറ്റീസ് ആണ് തന്നിരിക്കുന്നത്, R, L, C. നമുക്ക് എല്ലാവർക്കും അറിയാം R എപ്പോഴും ഇൻ ഫേസ് ആയിരിക്കും. R വിൽ ബി ഓൾവേസ് ഇൻ ഫേസ് ആയിരിക്കും R. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ IR എന്ന് പറഞ്ഞാൽ. അപ്പോൾ IRൻ്റെ വാല്യൂ 3 amps എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എഴുതി. ഓക്കെ, അടുത്തത് നമ്മുടെ ഇൻഡക്റ്റൻസ് ആണ്. നമുക്കറിയാം ഒരു AC സർക്യൂട്ടിൽ ഇൻഡക്റ്റൻസ് എപ്പോഴും ലാഗ് ചെയ്യും. ലാഗ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ്, ഇത് 1 amps ആണ് തന്നിരിക്കുന്നത്, 1 amps. ഇനി അടുത്ത് കപ്പാസിറ്റൻസ് നമുക്കറിയാം വോൾട്ടേജിനെ ലീഡ് ചെയ്യും എപ്പോഴും. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പാസിറ്റൻസ്, അതിൻ്റെ വാല്യൂ 5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ലീഡിങ് കപ്പാസിറ്റൻസിൻ്റെ കറണ്ടാണ് കൂടുതൽ, അപ്പോൾ ലീഡിങ് സൈഡിലോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സബ്ട്രാക്ഷൻ 5 - 1 ആണ് നമ്മുടെ ഈ ഡയറക്ഷനിൽ വരെ. അപ്പോൾ 4 amps. ഓക്കെ, ഈ 4 ആംസും നമ്മുടെ റെസിസ്റ്റൻസും തമ്മിൽ നമ്മൾ ഒരു ഹൈപ്പോട്ടനേസ് വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് 3ഉം ഇത് 4ഉമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ഇതെന്താണ് കിട്ടുക, എമ്മീറ്ററിന് കിട്ടുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈപ്പോട്ടനേസിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, ഹൈപ്പോട്ടനേസിൻ്റെ വാല്യൂ എന്തായിരിക്കും, √3² + 4². ഓക്കെ, √3² + 4² എന്താണ് ആൻസർ വിൽ ബി 5 amps. അതായത് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ L, അതായത് നമ്മുടെ ഇൻഡക്റ്റൻസ്
ലാഗ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. അതുപോലെ കപ്പാസിറ്റൻസ് ലീഡ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. കപ്പാസിറ്റീവ് കറണ്ടാണ്. കപ്പാസിറ്റൻസിൻ്റെ കറണ്ട് ലീഡ് ബൈ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. അതുപോലെ ഇൻഡക്റ്റൻസിൽ കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. അടുത്തത് നാലാമത്തെ ചോദ്യം. ടു sinusoidal equations are given as E1 equal to A sin omega t plus pi by 4 and E2 equal to B sin omega t minus pi by 6. The phase difference between two quantities is. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ക്വാണ്ടിറ്റീസ് കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ടിൻ്റെയും സെയിം ഇതിലായിരിക്കണം, സെയിം ഐഡന്റിറ്റിയിലായിരിക്കണം. ഇത് രണ്ടിൽ തന്നിരിക്കുന്ന സൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫ് കൊടുത്തിരിക്കുക, ക്വാഡ്രന്റ് കൊടുത്തിരിക്കുക, റൈറ്റ് സൈഡിൽ കോസ്, അടിയിൽ പോസിറ്റീവ് സൈന്, അതിന്റെ ഓപ്പോസിറ്റ് ഇതിന്റെ നെഗറ്റീവ് സൈന്, കോസിന്റെ ഓപ്പോസിറ്റ് മൈനസ് കോസ്. ഓക്കെ, ഇനി എങ്ങനെയാണ് തന്നിരിക്കുന്നത്? സൈൻ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, സൈൻ ക്വാണ്ടിറ്റി ആണ്. സൈൻ എത്രയാണ് തന്നിരിക്കുന്നത്? ഒമേഗ ടി പ്ലസ് പൈ ബൈ 4. പ്ലസ് പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? പ്ലസ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്, അതാണ് പ്ലസ്. പ്ലസ് എത്രയാണ്? പൈ ബൈ 4. പൈ ബൈ 4 എന്ന് വെച്ചാൽ 45 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇതാണ് നമ്മുടെ റെഫറൻസ്. ഇതിൽ നിന്ന് ഒരു 45 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു E1 എന്ന് പറയുന്ന വോൾട്ടേജ് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ 45 ഡിഗ്രി. ഓക്കെ, അടുത്തത് E2 എത്രയാണ്? വീണ്ടും ബി സൈൻ, പോസിറ്റീവ് തന്നെയാണ്. പോസിറ്റീവ് സൈൻ ഇതാണ് റെഫറൻസ്. ഒമേഗ ടി മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് എന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. എത്ര ഡിഗ്രി? പൈ ബൈ 6. പൈ ബൈ 6 എന്ന് വെച്ചാൽ 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത് 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഇങ്ങനെ കിട്ടും. ഇതാണ് നമ്മുടെ E2. ഓക്കെ, ഇവിടെ ഈ ആംഗിൾ ആണ് നമ്മുടെ 30 ഡിഗ്രി. ഓക്കെ, ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ക്വാണ്ടിറ്റീസ്. രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ഫേസ് ആംഗിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും, ആ ചോദിച്ചിരിക്കുന്ന ആൻസർ കിട്ടും. ഓക്കെ, രണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 75 ഡിഗ്രിയാണ് കിട്ടാം. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വാഡ്രന്റ് ഓപ്പറേഷൻ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. ഇത് കോസ്, ഇത് സൈന്, ഇത് മൈനസ് സൈന്, ഇത് മൈനസ് കോസ്. ഓക്കെ, എന്നിട്ട് തന്നിരിക്കുന്ന സിഗ്നല് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഐഡന്റിറ്റിയിൽ റെപ്രസെന്റ് ചെയ്യാം. പ്ലസ് കോസ് ആണെങ്കിൽ കോസ് റെഫറൻസ് എടുക്കാം. എന്നിട്ട് എത്ര ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്, അത് പ്ലസ് ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണം, മൈനസ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം. In the circuit shown in the figure given below, in the instantaneous current under steady state is given by. Okay, ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ഓർത്തിരിക്കേണ്ടത് അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി സ്റ്റഡി സ്റ്റേറ്റിൽ എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? സ്റ്റഡി സ്റ്റേറ്റിൽ ഓർത്തിരിക്കേണ്ടത് ഒരു ഇൻഡക്ടർ സ്റ്റഡി സ്റ്റേറ്റിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും, അതുപോലെ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ഓക്കെ, ഇത് സ്റ്റഡി സ്റ്റേറ്റിൽ. എന്നാൽ അതേസമയം ട്രാൻസിയന്റ് സ്റ്റേറ്റിൽ എന്തായിരിക്കും? ട്രാൻസിയന്റ് സ്റ്റേറ്റിലെ ഇൻഡക്ടർ വിൽ ബി ഓപ്പൺ സർക്യൂട്ട് ആൻഡ് കപ്പാസിറ്റർ വിൽ ബി ഷോർട്ട് സർക്യൂട്ട്. ഓക്കെ, ഈ രണ്ട് പോയിന്റ് കൊടുത്തിരിക്കുക. അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫറൻസ്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് നമ്മുടെ കപ്പാസിറ്റൻസ് ഇത് ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ഈ സംഭവം ഓപ്പൺ ആയിരിക്കും, ഇത് ഷോർട്ട് ആയിരിക്കും. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇതിൽ കൂടി പോകുന്ന കറണ്ട് 0 ആയിരിക്കും, കാരണം നമുക്കൊരു ഓപ്പൺ സർക്യൂട്ട് ആണ് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഇൻഎഫക്റ്റീവ് നമ്മുടെ സർക്യൂട്ട് വരാം. ഓക്കെ, ഇത് കപ്പാസിറ്റർ ഓപ്പൺ ആയി, ഇൻഡക്ടർ ഷോർട്ട് ആയി. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇങ്ങനെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം നമുക്ക് അസസ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലെ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് കൊടുത്തിരിക്കുക. ഇതിൽ ഓർത്തിരിക്കേണ്ടത് സ്റ്റഡി സ്റ്റേറ്റിലെ ഇൻഡക്ടർ വിൽ ബി ഷോർട്ട് സർക്യൂട്ട് ആൻഡ് കപ്പാസിറ്റർ വിൽ ബി ഓപ്പൺ സർക്യൂട്ട്. ഒരെണ്ണം ഇങ്ങനെ പഠിച്ചു വെച്ചാൽ അതിന്റെ റിവേഴ്സ് ആയിരിക്കും നമ്മുടെ ട്രാൻസിയന്റ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് കണ്ടീഷൻ. അടുത്തത് ആറാമത്തെ ചോദ്യം. കോയിൽ വിത്ത് എ സർട്ടൻ നമ്പർ ഓഫ് ടേൺസ് ആസ് എ സ്പെസിഫൈഡ് ടൈം കോൺസ്റ്റന്റ്. ഇഫ് ദ നമ്പർ ഓഫ് ടേൺസ് ഇസ് ഡബിൾ ഇറ്റ്സ് ടൈം കോൺസ്റ്റന്റ് വുഡ്. ഓക്കെ, ഇത് ടൈം കോൺസ്റ്റന്റായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. നമുക്ക് ടൈം കോൺസ്റ്റന്റ് ജനറൽ ഇത് ഏതാ? ഒന്ന്, ഒരു RL സർക്യൂട്ടിന് എന്തായിരിക്കും ടൈം കോൺസ്റ്റന്റ്? ഓക്കെ, ഒരു RL സർക്യൂട്ട് ടൈം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ L equivalent by R equivalent ആണ്. ഓക്കെ, തന്നിരിക്കുന്ന സർക്യൂട്ടിൽ മൊത്തം ഇക്വലന്റ് ഓഫ് ഇൻഡക്ടൻസും അതുപോലെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ L/R റേഷ്യോ ആണ് എല്ലാ സർക്യൂട്ടിലും. അതേസമയം നമ്മുടെ RC സർക്യൂട്ടിൽ ഇറ്റ് വിൽ ബി R equivalent into C equivalent. ഓക്കെ, ഇതാണ് നമ്മുടെ RC സർക്യൂട്ടിലെ ടൈം കോൺസ്റ്റന്റ്. ഇത്
RL സർക്യൂട്ടിലെ ടൈം കോൺസ്റ്റന്റ്. ഓക്കെ, ഇപ്പൊ ഈ രണ്ട് ഇക്വേഷനും ഓർത്തിരിക്കുക. L equivalent by R equivalent, മറ്റേത് R equivalent into C equivalent. ഓക്കെ, ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഇപ്പോൾ ഒരു കോയിൽ ഉണ്ട്, ആ കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ടൈം കോൺസ്റ്റന്റ് സംഭവിക്കാം. ഓക്കെ, അതിന് ഓർത്തിരിക്കേണ്ടത് ഇക്വേഷൻ ഓഫ് ഇൻഡക്ടൻസ് ആണ്. ഇൻഡക്ടൻസിന്റെ വാല്യൂ എപ്പോഴും നമ്പർ ഓഫ് ടേൺസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. L will be proportional to n square. അതുപോലെ തന്നെ നമ്മുടെ റെസിസ്റ്റൻസ് ആറും is proportional to number of turns. ഓക്കെ, ആറും നമ്പർ ഓഫ് ടേൺസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുക? നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? ടോർക്ക് വിൽ ബി ഈക്വൽ ടു n സ്ക്വയർ ഡിവൈഡഡ് ബൈ n. ഓക്കെ, ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് n എന്ന രീതിയിലാണ് നമുക്ക് ഡെറിവേഷൻ ആണ് കിട്ടുക. ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു n. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ആവുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ആവുകയാണെങ്കിൽ നമ്മുടെ ടൈം കോൺസ്റ്റന്റും 2 ടൈംസ് ആവും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. ഇറ്റ് വിൽ ബിക്കം ഡബിൾ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുന്നത് ഒന്ന് ടൈം കോൺസ്റ്റന്റ് ഇക്വേഷനും അതുപോലെ തന്നെ ഇൻഡക്ടൻസ് എന്തിനാണ് പ്രൊപ്പോർഷണൽ, അതുപോലെ റെസിസ്റ്റൻസ് എന്തിനാണ് പ്രൊപ്പോർഷണൽ. അടുത്തത് ഏഴാമത്തെ ചോദ്യം, ദി RMS വാല്യൂ ഓഫ് ദി ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഗിവൺ ബൈ ദി ഇക്വേഷൻ. ഓക്കെ, വീണ്ടും അതേ ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നിട്ടുണ്ട്, രണ്ട് ഡിഫറെന്റ് ഫ്രീക്വൻസിയിലെ. ഓക്കെ, omega t 314t minus 10 plus 30 sin 314t minus 20 degree. ഓക്കെ, ഇതിന്റെ RMS വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഇതിന്റെ RMS വാല്യൂ? RMS വാല്യൂ നമുക്കറിയാം, I will be equal to root of IRMS1 the whole square plus IRMS2 the whole square. ഇതിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, എന്താണ് IRMS1ന്റെ ഇത്? IRMS1ന്റെ ഇതെന്ന് പറഞ്ഞാൽ 50 ഡിവൈഡഡ് ബൈ √2 ആയിരിക്കും. കാരണം 50 എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആണ്, അതുപോലെ 30 ഇതിലെ മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ 50 ഡിവൈഡഡ് ബൈ √2 ആണ് RMS വാല്യൂ, അതിന്റെ സ്ക്വയർ ആണ് നമ്മൾ എടുക്കേണ്ടത്, പ്ലസ് 30 ഡിവൈഡഡ് ബൈ √2 ദി ഹോൾ സ്ക്വയർ, ഇതിന്റെയും ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 41.23 ആംസ് എന്ന് കിട്ടും. ഓക്കെ, 41.23 ആംസ് എന്ന് നമുക്ക് ഇതിൽ ഉത്തരം കിട്ടും. അടുത്തത് എട്ടാമത്തെ ചോദ്യം, ദി ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി വോൾട്ടേജ് ആൻഡ് കറണ്ട് വേവ്സ് ഈസ്. ഓക്കെ, ഇത് തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് രണ്ടും സെയിം സൈൻ ആണോ നോക്കേണ്ടത്. രണ്ടും സെയിം സൈൻ ആണ്. അപ്പോൾ രണ്ട് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി സെയിം ഇതിലാണോ നോക്കുക. ഇതും സൈനിലാണ്, ഇതും സൈനിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ റെഫറൻസ് ക്വാഡ്രന്റ് വരയ്ക്കുന്നു. ഇത് കോസ്, ഇത് സൈന്, ഇത് മൈനസ് സൈന്, ഇത് മൈനസ് കോസ്. സൈനിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതാണ് നമ്മുടെ റെഫറൻസ് എടുക്കുക. പ്ലസ് 30 ഡിഗ്രി ആണ് തന്നിരിക്കുന്നത്. പ്ലസ് 30 എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് തിരിയേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലസ് 30, അതായത് ഇതാണ് നമ്മുടെ വി. ഓക്കെ, അടുത്തത് കറണ്ട് ഐ എങ്ങനെയാണ്? -20. -20 എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ 20 ഡിഗ്രിയും ഇത് നമ്മുടെ 30 ഡിഗ്രിയും. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫേസ് ഡിഫറൻസ്. വിയും ഐയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 50 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ, 50 ഡിഗ്രി. ഓക്കെ, അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം, ഇഫ് ദി ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഈസ് ഒമേഗ, then the angular frequency of instantaneous real power absorbed in an AC circuit is. ഓക്കെ, ഇതിൽ ഓർത്തിരിക്കുക, നമ്മുടെ തന്നിരിക്കുന്ന വോൾട്ടേജിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് എഫ് ആണെങ്കിൽ അതിന്റെ ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 2f ആയിരിക്കും. ഓക്കെ, ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 2f ആയിരിക്കും. ഇത് ഒരു ഇൻഫറൻസ് ആണ് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന്, ഇത് ഓർത്തിരിക്കാം. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നതാണ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഒമേഗയാണ്. അങ്ങനെയെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് റിയൽ പവർ അബ്സോർബറിന്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒമേഗ ടേംസിൽ തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇറ്റ് വിൽ ബി 2 ഒമേഗ ആണ്. 2 ഒമേഗ ആയിരിക്കും ഇതിന്റെ ആൻസർ. ഓക്കെ, അടുത്തത് പത്താമത്തെ ചോദ്യം, എ ഗീസർ ഇസ് ഓപ്പറേറ്റഡ് ഫ്രം 230 വോൾട്ട് 50 സൈക്കിൾസ് പെർ സെക്കൻഡ് മീൻസ്. 50 സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ ഫ്രീക്വൻസി. ഓക്കെ, അല്ലെങ്കിൽ ഹേർട്സിൻ്റെ യൂണിറ്റ് ആണ് സൈക്കിൾസ് പെർ സെക്കൻഡ്, ഓർത്തിരിക്കുക.
ദ ഫ്രീക്വൻസി ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് പവർ കൺസ്യൂംഡ് ബൈ ദി ഗീസർ ഈസ്. നേരത്തെ പറഞ്ഞ ഡിഫറൻസ് ആണ്. ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 2f ആണ്. ഇവിടെ f 50 ആണ്. അപ്പോൾ 2 × 50 ഇറ്റ് വിൽ ബി 100 ഹേർട്സ്. 100 ഹേർട്സ് ആണ്, അല്ലെങ്കിൽ 100 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ അതിന് യൂണിറ്റും നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്തത് 11ാമത്തെ ചോദ്യം. ഇൻ എ സീരീസ് RL സർക്യൂട്ട് supplied from a sinusoidal voltage source, voltage across R and L is 3 volt and 4 volt respectively. The supply voltage is then. ഓക്കെ, നമുക്കൊരു സീരീസ് RL സർക്യൂട്ട് ഉണ്ട്. ഓക്കെ, AC സർക്യൂട്ട് ആണ്. ഓക്കെ, റെസിസ്റ്റൻസിന് അക്രോസ് 3 വോൾട്ടും അതുപോലെ ഇൻഡക്ടറിന് അക്രോസ് 4 വോൾട്ടേജുമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇത് സപ്ലൈ വോൾട്ടേജസ്. ഓക്കെ, സപ്ലൈ വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും സപ്ലൈ വോൾട്ടേജ്? നമുക്ക് ഇത് DC ക്വാണ്ടിറ്റി അല്ല, ഇതൊരു AC ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് നമ്മുടെ കറണ്ട് ആയിരിക്കും നമ്മുടെ റെഫറൻസ്. ഓർത്തിരിക്കുക, സീരീസ് സർക്യൂട്ടിൽ നമ്മൾ എപ്പോഴും കറണ്ട് ആണ് റെഫറൻസ് ആയിട്ട് എടുക്കുക. അതുപോലെ പാരലൽ സർക്യൂട്ടിൽ നമ്മൾ വോൾട്ടേജ് ആണ് റെഫറൻസ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ എലിമെന്റ് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് നമുക്കറിയാം വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും 3 വോൾട്ട് റെസിസ്റ്റൻസിൻ്റെ. അടുത്തത് ഇൻഡക്റ്റൻസ് ആണ്. ഇൻഡക്റ്റൻസ് നമുക്കറിയാം കറണ്ട് ലാഗ് ചെയ്യും അല്ലെങ്കിൽ വോൾട്ടേജ് ലീഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡക്ടർ വോൾട്ടേജ് 4. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഹൈപ്പോട്ടനീസ് ആയിരിക്കും നമ്മുടെ സപ്ലൈ വോൾട്ടേജ് അല്ലെങ്കിൽ ടോട്ടൽ സപ്ലൈ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ √4² പ്ലസ് √3² ഇറ്റ് വിൽ ബി ഈക്വൽ ടു 5 വോൾട്ട്. ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. അടുത്തത് 12ാമത്തെ ചോദ്യം. ഇൻ ആൻ AC സർക്യൂട്ട് വോൾട്ടേജ് ഈസ് ഗിവൺ ആസ് 200 + 40J ആൻഡ് കറണ്ട് ആസ് 30 - J10. ദി ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പവർ ഓഫ് ദി സർക്യൂട്ട് ആർ. ഓക്കെ, ആക്റ്റീവും റിയാക്റ്റീവ് പവറാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് പവറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ അപ്പാരൻറ്റ് പവർ എന്താണ് നോർമലി? ഓക്കെ, നോർമലി നമ്മൾ കോംപ്ലക്സ് പവറാണ് നമ്മൾ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുക. ഇറ്റ് വിൽ ബി ഇൻ ദ ടേംസ് ഓഫ് V × I കോൺജുഗേറ്റ്. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് പവറിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ I കോൺജുഗേറ്റ് ഉണ്ടായിരിക്കും. കോൺജുഗേറ്റ് എടുക്കാനായിട്ട് ജസ്റ്റ് അതിൻ്റെ സൈൻ മാറ്റിയാൽ മതി. ഓക്കെ, കറണ്ട് 30 - 10J ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 30 + 10J. ഓക്കെ, ഇനി നമുക്ക് കോംപ്ലക്സ് പവർ എസ് കാണാം. വോൾട്ടേജ് എന്താണ്? 200 + 40J × 30 + 10J. ഓക്കെ, ഇത് കിട്ടി നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് കിട്ടും 5600 + 3200. ഓക്കെ, ഇത് J ടേംസിലായിരിക്കും. ഓക്കെ, ഇത് നമുക്ക് എന്താണ് കിട്ടുന്നത്? ഈ കോംപ്ലക്സ് പവർ എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇൻ ടേംസ് ഓഫ് P + JQ. ഓക്കെ, ഇതിൽ P എന്താണ്? P ആണ് നമ്മുടെ ആക്റ്റീവ് പവർ. അതുപോലെ Q എന്താണ്? Q ആണ് നമ്മുടെ റിയാക്റ്റീവ് പവർ. ആക്റ്റീവ് പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. റിയാക്റ്റീവ് പവറിൻ്റെ വാറാണ്. ഓക്കെ, അതുപോലെ കോംപ്ലക്സ് പവറിൻ്റെ ഇതാണ് നമ്മുടെ കോംപ്ലക്സ് അപ്പാരൻറ്റ് പവർ. അതാണ് നമ്മുടെ കോംപ്ലക്സ് പവർ. അതിൻ്റെ യൂണിറ്റ് VA ആയിരിക്കും. അപ്പോൾ യൂണിറ്റ്സ് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം നമ്മുടെ ആൻസർ എന്താണ്? 5600 ആണ് നമ്മുടെ ആക്റ്റീവ് പവർ. അതുപോലെ തന്നെ 3200 ആണ് നമ്മുടെ റിയാക്റ്റീവ് പവർ. ഓക്കെ, അപ്പോൾ ഇതിൽ Q പോസിറ്റീവ് ആയതുകൊണ്ട് ഇതൊരു ഇൻഡക്റ്റീവ് ആണ്. ഓക്കെ, Q പോസിറ്റീവ് ആയതുകൊണ്ട് ഇതൊരു ഇൻഡക്റ്റീവ് പവറാണ്. ഇത് ഓർത്തിരിക്കാം. ഇവിടെ എഴുതാം S = P + JQ ആണെങ്കിൽ Q ആണ് പ്ലസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻഡക്റ്റീവ്. ഓക്കെ, Q എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് പവർ ആയിരിക്കും. അതേസമയം ഇഫ് ഇറ്റ് ഇസ് P - JQ, P മൈനസ് ആണെങ്കിൽ അതൊരു കപ്പാസിറ്റീവ് ആയിരിക്കും. കപ്പാസിറ്റീവ് റിയാക്റ്റീവ് പവർ ആയിരിക്കും. ഓക്കെ, ഇത് ഇൻഡക്റ്റീവ് ആയതുകൊണ്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഇൻഡക്റ്റീവ് ഉണ്ട്, കപ്പാസിറ്റീവ് ഉണ്ട്. നമ്മുടെ ആൻസർ ഇത് ഇൻഡക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ 5600 വാട്ട്സും 3200 VR ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഇതാണ് മെയിനായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മെയിൻ ഉദ്ദേശം. ഈ പവറിൻ്റെ ഇക്വേഷനും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സ് പവർ ഏതാണെന്നും ആ കോംപ്ലക്സ് പവറിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ആക്റ്റീവ് പവറും റിയാക്റ്റീവ് പവറും കണ്ടുപിടിക്കാം എന്നായിരുന്നു ഈ ചോദ്യത്തിൽ നിന്നുള്ള ഇൻഫറൻസ്. ഓക്കെ, അടുത്തത് 13ാമത്തെ ചോദ്യം. ദി ആവറേജ് പവർ ഇൻ എ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഈസ്. ഓക്കെ, ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ ആവറേജ് പവർ എന്തായിരിക്കും? ഓക്കെ, ഓർത്തിരിക്കാം. ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ അതിൻ്റെ ആവറേജ് പവർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് കപ്പാസിറ്റൻസിൻ്റെ കേസിൽ അങ്ങനെ തന്നെയാണ്. ആവറേജ് പവർ വിൽ ബി 0. അടുത്തത് 14ാമത്തെ ചോദ്യം. ഇൻ എ RL സർക്യൂട്ട്. ഓക്കെ,
ഇൻ എ ആർ എൽ സീരീസ് സർക്യൂട്ട് ദി പവർ ഫാക്ടർ ഈസ്, നമുക്കറിയാം എൽ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആർ എൽ സർക്യൂട്ടിൽ പവർ ഫാക്ടർ ലാഗിങ് ആയിരിക്കും. എന്നാൽ അതേസമയം സീരീസ് സർക്യൂട്ടിൽ എന്തായിരിക്കും, ആർ സി സർക്യൂട്ടിലാണെങ്കിൽ പവർ ഫാക്ടർ വിൽ ബി ലീഡിങ്. അവിടെ തിരിക്കാം. അടുത്തത് 15ാമത്തെ ചോദ്യം, ദി ആംഗിൾ ഓഫ് എ സീരീസ് ആർ എൽ സി സർക്യൂട്ട് ഇസ് ലീഡിങ് ഇഫ്. ഓക്കെ, ഒരു സീരീസ് ആർ എൽ സി സർക്യൂട്ടിൽ എപ്പോഴാണ് ലീഡിങ് ആയിരിക്കുക? ഓക്കെ, നമുക്കറിയാം സെഡിന് എങ്ങനെയാണ് എഴുതാം, സെഡ് വിൽ ബി ഈക്വൽ ടു ആർ പ്ലസ് ജെ എക്സ്. ഓക്കെ, ഈ രീതിയിലാണ് എഴുതാം. ഓക്കെ, ആർ പ്ലസ് ജെ ആണെങ്കിൽ എക്സിന് പകരം നമുക്ക് ഒമേഗ എൽ മൈനസ് 1/ωc, അല്ലെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം, എക്സ് എൽ മൈനസ് എക്സ് സി. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എഴുതാം. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത് എപ്പോഴാണ് ലീഡിങ് ആയിരിക്കാം? ഓക്കെ, ലീഡിങ് ആവണമെങ്കിൽ എന്തായിരിക്കണം, ലീഡിങ് ആവണമെങ്കിൽ ഇവിടെ നെഗറ്റീവ് വരണം. ഓക്കെ, എന്നാലാണ് നമുക്ക് ലീഡിങ് ആയിരിക്കാം. ഓക്കെ, നെഗറ്റീവ് വരണമെങ്കിൽ എക്സ് എല്ലിൻ്റെ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ എക്സ് സി. ഓക്കെ, എക്സ് എല്ലിൻ്റെ വാല്യൂ എക്സ് സി ആണെങ്കിൽ നമുക്ക് ലീഡിങ് കിട്ടുള്ളൂ. ഓക്കെ, എക്സ് എല്ലിൻ്റെ വാല്യൂ എക്സ് സി ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ലീഡിങ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ നമുക്ക് എക്സ് എൽ ലെസ് ദാൻ എക്സ് സി കാണുന്നില്ല, പക്ഷേ എക്സ് സി ഗ്രേറ്റർ ദാൻ എക്സ് എൽ എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഒരു ആംഗിൾ ഓഫ് സീരീസ് ആർ എൽ സി സർക്യൂട്ടിൽ ലീഡിങ് ആവണമെങ്കിൽ എക്സ് സിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ എക്സ് എൽ ആയിരിക്കണം. അതുപോലെ ലാഗിങ് ആവാനായിട്ട് സർക്യൂട്ടിൽ എക്സ് എല്ലിൻ്റെ വാല്യൂ എക്സ് സിയേക്കാളും കൂടുതലായിരിക്കണം. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്തത് 16ാമത്തെ ചോദ്യം, ദി കറണ്ട് വേവ് ഫോം ഓഫ് എ പ്യുവർ റെസിസ്റ്റർ ഓഫ് 10 ohm is shown. ഓക്കെ, ഒരു വേവ് ഫോം തന്നിട്ട്, കറണ്ടിൻ്റെ വേവ് ഫോം തന്നിട്ടുണ്ട്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് പവർ ഡിസിപ്പേറ്റഡ് ഇൻ റെസിസ്റ്റർ. ഓക്കെ, പവർ ഡിസിപ്പേറ്റ് ചെയ്താണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഒരു റെസിസ്റ്റൻസിൽ ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവർ എപ്പോഴും ആർ എം എസ് ടേംസിലാണ് എഴുതാം. ഓക്കെ, IRMS സ്ക്വയർ ഇൻറ്റു ആർ. ഓക്കെ, ഇതാണ് നമ്മുടെ പവർ ഡിസിപ്പേറ്റഡ് ഇൻ എ റെസിസ്റ്റർ. അല്ലാണ്ട് റെസിസ്റ്റർ ആയതുകൊണ്ട് ആവറേജ് കറണ്ട് ഐ ആവറേജ് സ്ക്വയർ ഇൻറ്റു ആർ അല്ല, ഇത് റോങ് ആണ്. ഓക്കെ, ഇത് റോങ് കൺസെപ്റ്റ് ആണ്. പവർ ഈക്വൽ ടു IRMS സ്ക്വയർ ഇൻറ്റു ആർ ആണ്. ഓക്കെ, എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ആർ എം എസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? IRMS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/t ഇൻ്റഗ്രൽ 0 to t I dt. ഇതാണ് നമ്മുടെ ആവറേജ് വാല്യൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ആവറേജ് വാല്യൂ. ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ഇതാണ് ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഇനി ആർ എം എസ് കണ്ടുപിടിക്കാനോ? ആർ എം എസ് കണ്ടുപിടിക്കാൻ റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ടേമിൻ്റെ സ്ക്വയർ. അപ്പോൾ I സ്ക്വയർ dt വന്നു. മീൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 0 to t 1/t. ഇത് വരുമ്പോൾ മീനായി. ഇനി ചോദിക്കുന്നത് റൂട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ IRMS വാല്യൂ. ഓക്കെ, ഇനി ഇക്വേഷൻ എങ്ങനെയാണ് എഴുതാൻ പറ്റുക? ഓക്കെ, I(t) ആണ് നമ്മുടെ y കോർഡിനേറ്റ്. അപ്പോൾ I(t) എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ്, ഇത് ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ ആണ്. ഓക്കെ, അതുപോലെ 3ന് ശേഷം റിപ്പീറ്റിംഗ് ആണ്. അപ്പോൾ ഇത് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ t = 3 ആണ്. ഓക്കെ, ഞാൻ ഇക്വേഷൻ ലൈൻ ചെയ്താൽ നമുക്കറിയാം ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ. ആദ്യം നമുക്ക് അതിൻ്റെ സ്ലോപ്പ് അറിയണം. എക്സിന് y ഇൻ്റർസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് c വാല്യൂ c ആയിരിക്കും. y = mx + c ആണ്, പക്ഷേ ഇവിടെ c-ൻ്റെ വാല്യൂ 0 ആണ്. അടുത്ത സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1, അതായത് 9 - 0 ഡിവൈഡഡ് ബൈ 3 - 0 ഇൻറ്റു t. x എന്ന് പറഞ്ഞാൽ t ആണ്. ഓക്കെ, നമുക്ക് 3t കിട്ടും. ഓക്കെ, 3t എന്ന് ഇത് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇത് നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IRMSൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ √27 എന്ന് കിട്ടും. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ IRMSൻ്റെ വാല്യൂ നമുക്ക് 27 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പവറാണ്. IRMS സ്ക്വയർ ഇൻറ്റു ആർ. അപ്പോൾ 27 ഇൻറ്റു ആർ. ആറിൻ്റെ വാല്യൂ എത്രയാണ്? 10. അപ്പോൾ എൻ്റെ ആൻസർ 270 വാട്ട് ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ പോയിന്റ് ഓഫ് വ്യൂ ഇതിലെന്തായിരുന്നു? എങ്ങനെയാണ് IRMSൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആവറേജ് വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അടുത്തത് 17ാമത്തെ ചോദ്യം, ദ വോൾട്ടേജ് ഫേസർ ഓഫ് എ സർക്യൂട്ട് ഈസ് 10 ആംഗിൾ -15 ആൻഡ് ദ കറണ്ട് ഫേസർ ഇസ് 2 ആംഗിൾ 45 ഡിഗ്രി. ദി ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പവർ ഇൻ ദി സർക്യൂട്ട് ആർ. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റേ വോൾട്ടേജ് 10 ആംഗിൾ 50 ഡിഗ്രിയാണ്. ഓക്കെ, ഇതിൽ വേറെ ഒന്നും കൊടുത്തിട്ടില്ല നമ്മുടെ. അപ്പോൾ നമുക്ക് വോൾട്ടേജ് തന്നെ റെഫറൻസ് ആയിട്ട് എടുക്കാം. ഓക്കെ, 10 ആംഗിൾ -15 എന്ന് പറയുമ്പോൾ എന്താണ്? -15 വിൽ ബി ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് തിരിയേണ്ടത്. മൈനസ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ
10 ആംഗിൾ -15. ഓക്കെ, അടുത്തെന്താണ് കറണ്ട് ഫേസർ 2 ആംഗിൾ 45. 2 ആംഗിൾ 45 എന്ന് വെച്ചാൽ പോസിറ്റീവ് ആണ്, അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ആൻറ്റി ക്ലോക്ക് വൈസ് 2 ആംഗിൾ 45. ഓക്കെ, ഇത് 10 ആംഗിൾ -15. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിന് തമ്മിലുള്ള ആംഗിൾ 5 വിൽ ബി ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമുക്ക് ആക്റ്റീവ് പവർ. ആക്റ്റീവ് പവർ പി എന്താണ്? വി ഇൻറ്റു ഐ ഇൻറ്റു കോസ് 5 ആണ് ആക്റ്റീവ് പവർ. എന്താണ് റിയാക്റ്റീവ് പവർ? വി ഇൻറ്റു ഐ ഇൻറ്റു സൈൻ 5 ആണ് റിയാക്റ്റീവ് പവർ. നമുക്ക് വിൻ്റെ വാല്യൂ അറിയാം, ഐൻ്റെ വാല്യൂ അറിയാം. വിൻ്റെ വാല്യൂ എന്താണ്? 10. ഓക്കെ, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴും 10 എന്തായിരിക്കും? 10 നമ്മുടെ മാക്സിമം വാല്യൂ ആയിട്ട് എടുക്കാം. ഓക്കെ, സോറി, ഇങ്ങനെ തരുമ്പോൾ ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഇതിനെ നമ്മൾ RMS വാല്യൂ ആയിട്ടാണ് എടുക്കാം. ഓക്കെ, 10 ആംഗിൾ -15 എന്ന് പറഞ്ഞാൽ 10 വിൽ ബി RMS വാല്യൂ, വേറെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ. ഓക്കെ, എന്നാൽ അതേസമയം ഇതേ രീതിയിലാണ്, മീൻസ് ലൈക്ക് 10 sin ωt എന്ന രീതിയിലാണെങ്കിൽ ഇത് അതിൻ്റെ മാക്സിമം വാല്യൂ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ തരാണെങ്കിൽ അത് RMS വാല്യൂ ആയിരിക്കും അതിൻ്റെ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വി 10 ആണ്, ഐൻ്റെ വാല്യൂ 2 ആണ്, 5ൻ്റെ ആംഗിൾ 60 ഡിഗ്രി ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ 10 വാട്ട് കിട്ടും. അതുപോലെ ക്യൂ എന്ന് പറഞ്ഞാൽ 17.32 VR കിട്ടും. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്തത് 18ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ഇൻ ദി RLC സർക്യൂട്ട് ഗിവൺ ബിലോ? തന്നിരിക്കുന്ന ചോദ്യത്തിൽ RLC സർക്യൂട്ടിലെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്താണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ ക്വാണ്ടിറ്റിയുടെയും ഓരോ എലിമെൻ്റെയും വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റൻസ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ I ഇൻറ്റു വി ഷുഡ് ബി ഈക്വൽ ടു I ഇൻറ്റു XC. ഓക്കെ, XC എന്താണ്? XCയുടെ വാല്യൂ 1 ഡിവൈഡഡ് ബൈ 2πfc ആണ് XCയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ 150 ആണ് നമുക്ക് തന്നിരിക്കുന്ന വോൾട്ടേജ്. കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ്? കറണ്ടിൻ്റെ വാല്യൂ 5 ആണ്. ഓക്കെ, 5 ആംസ് തന്നിട്ടുണ്ട്. ഇതാണ് കറണ്ടിൻ്റെ വാല്യൂ 5 ആംസ് ആണ് ഇൻറ്റു XC. XCയിൽ 1/2π. ഫ്രീക്വൻസി എത്രയാണ്? ഫ്രീക്വൻസി 60 ഹെർട്സ് തന്നിട്ടുണ്ട് ഇൻറ്റു C. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിൻ്റെ വാല്യൂ 88.42 μF എന്ന് കിട്ടും. ഓക്കെ, 88.42 μF എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്തത് 19ാമത്തെ ചോദ്യം, വാട്ട് വിൽ ബി ദി ഫ്രീക്വൻസി ഇൻ ഹേർട്സ് ഓഫ് എ സിനുസോയ്ഡൽ വേവ് വെൻ ദി ടൈം പീരീഡ് ഓഫ് ദി വേവ് ഈസ് 2 milliseconds. ഓക്കെ, ടൈം പീരീഡ് തന്നിട്ടുണ്ട് 2 milliseconds ആണ്. എന്താണ് ഫ്രീക്വൻസി? നമുക്കറിയാം ഫ്രീക്വൻസിയും ടൈം പീരീഡ് റിലേഷൻ എന്താണ്? രണ്ടും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ പഠിക്കേണ്ട പോയിന്റ്. ഫ്രീക്വൻസിയും ടൈം പീരീഡും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ടൈം പീരീഡ് തന്നിട്ടുണ്ട് F = 1/2 milliseconds. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ നമുക്ക് 500 ഹെർട്സ് എന്ന് കിട്ടും. ഓക്കെ, 500 ഹെർട്സ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 20ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് ദി കറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ദി പീക്ക് ആൻഡ് ആവറേജ് വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്? ഒരു AC ക്വാണ്ടിറ്റിയുടെ പീക്കും ആവറേജ് വാല്യൂവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ആവറേജ് വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു 0.637 ടൈംസ് പീക്ക് വാല്യൂ. ഓക്കെ, പീക്ക് വാല്യൂവിൻ്റെ 63.7 ടൈംസ് ആയിരിക്കും അതിൻ്റെ ആവറേജ് വാല്യൂ. ഓക്കെ, വേറെ രീതിയിൽ ഏതാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി 2I peak divided by pi. ഈ ഓപ്ഷൻ തന്നാൽ ഇത് രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, 2/π I peak. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കാം. അടുത്തത് 21ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് റെപ്രസെൻറ്റ്സ് ദി ടൈം കോൺസ്റ്റൻറ്റ് ഓഫ് എ സീരീസ് RC സർക്യൂട്ട്? നമുക്കറിയാം, നേരത്തെ പഠിച്ചു, ഒരു ടൈം RC സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ R × C ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്തത് 22ാമത്തെ ചോദ്യം, ഫോർ എ പ്യുവർ സൈനുസോയ്ഡൽ വേവ് ഫോം ദി ഫോം ഫാക്ടർ ആൻഡ് ക്രെസ്റ്റ് ഫാക്ടർ ആർ. ഓക്കെ, ഫോം ഫാക്ടർ എന്താണെന്ന് പഠിച്ചു നമ്മൾ. രണ്ട് ടേം ഫാക്ടർ ആദ്യം പറഞ്ഞിരുന്നു, ഒന്ന് ഫോം ഫാക്ടർ, ഒന്നും പീക്ക് ഫാക്ടർ. ഫോം ഫാക്ടർ എന്തായിരുന്നു? പീക്ക് ഫാക്ടർ എന്തായിരുന്നു? പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞ് പീക്ക് എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്, അപ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ എപ്പോഴും RMS രണ്ടിലും ഉണ്ടാവും എന്ന് പറഞ്ഞു. RMS ആണ്. അപ്പോൾ ഫോം ഫാക്ടർ എന്തായിരിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, RMS ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി ക്രെസ്റ്റ് ഫാക്ടർ എന്താണ്? ക്രെസ്റ്റ് ഫാക്ടറും അതുപോലെ തന്നെ പീക്ക് ഫാക്ടറും. ക്രെസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പീക്ക് ഫാക്ടറിൻ്റെ വേറൊരു പേരാണ് ക്രെസ്റ്റ് ഫാക്ടർ. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഒരു സൈനസോയ്ഡലിന് എന്താണ് അതിൻ്റെ വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കാം, ഒരു സൈനസോയ്ഡലിന് ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1.11ഉം അതുപോലെ നമ്മുടെ
ക്രിസ് ഫാക്ടർ അല്ലെങ്കിൽ പി ഫാക്ടർ സൈനസോയിഡലിന് 1.414 ഓക്കെ. അപ്പോൾ 2 പോയിന്റ് കൊടുത്തിരിക്കുക. ഫോം ഫാക്ടർ 1.11ഉം അതുപോലെ തന്നെ പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1.414 ആണ്. ഓക്കെ, ഇത് നമ്മുടെ റിലേഷൻഷിപ്പ് യൂസ് ചെയ്ത് നമുക്ക് എളുപ്പമായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഓർത്തിരിക്കുക. അടുത്തത് 23ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ഫോം ഫാക്ടർ ഓഫ് എ സ്ക്വയർ വേവ്? സ്ക്വയർ വേവിൻ്റെ ഫോം ഫാക്ടർ ഇതാണ്. നമുക്കറിയാം സ്ക്വയർ വേവിൻ്റെ RMS വാല്യൂയും അതുപോലെ തന്നെ ആവറേജ് വാല്യൂയും സെയിം ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും അതിൻ്റെ ഫോം ഫാക്ടർ. അടുത്തത് 24ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് വേവ് വിൽ ഹാവ് ദി ഹയസ്റ്റ് RMS വാല്യൂ ഫോർ ഈക്വൽ പീക്ക് വാല്യൂ? ഓക്കെ, തന്നിരിക്കുന്ന 4 വേവിനെ ഏത് വാല്യൂനായിരിക്കും ഹയസ്റ്റ് RMS വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു സൈൻ വേവ് ആണെങ്കിൽ അതിൻ്റെ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ √2 ആണ്. ഓക്കെ, എന്നാൽ അതേസമയം സൈനിന് പകരം സോ ടൂത്ത് വേവ് ആണെങ്കിൽ അതിൻ്റെ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ AM മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ √3 ആണ്. ഓക്കെ, ഇത് തന്നെയാണ് ട്രയാങ്കുലർ വേവിനും. ഓക്കെ, ട്രയാങ്കുലർ വേവിനും ഇത് തന്നെയാണ്. ഓക്കെ, എന്നാൽ ഒരു സ്ക്വയർ വേവ് ഫോമിന് അതിൻ്റെ RMS വാല്യൂയും അതുപോലെ തന്നെ മാക്സിമം വാല്യൂയും സെയിം ആണ്. ഓക്കെ, AM. ഓക്കെ, അപ്പോൾ ഈ 3 യൂണിറ്റിൽ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏറ്റവും കൂടുതൽ RMS വാല്യൂ ഉള്ളത് സ്ക്വയർ വേവിനാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ഈ 3ൻ്റെയും RMS വാല്യൂവിൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കാം. അടുത്തത് 25ാമത്തെ ചോദ്യം, ഡിറ്റർമിൻ ദി RMS വാല്യൂ in voltage or the voltage waveform given in the figure below. തന്നിരിക്കുന്ന ചോദ്യത്തിലെ വോൾട്ടേജ് വേവ് ഫോമിൽ RMS വാല്യൂ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇതിൻ്റെ മാക്സിമം ഇതൊരു സൈനുസോയിഡൽ ഇതാണ്, വേവ് ആണ്. അപ്പോൾ എന്താണ് ഒരു സൈനുസോയിഡ് വേവിൻ്റെ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിവൈഡഡ് ബൈ √2. ഇതിലെ മാക്സിമം വാല്യൂ എന്താണ്? മാക്സിമം വാല്യൂ 40 ആണ്. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ √2 ആണ് ഇതിൻ്റെ ആൻസർ. അപ്രോക്സിമേറ്റ്ലി വിൽ ബി ഈക്വൽ ടു 28.29. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്തത് 26ാമത്തെ ചോദ്യം, വാട്ട് വിൽ ബി ദി ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ദി ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ V of t ആൻഡ് ദി വാല്യൂ ഓഫ് t is t. ഓക്കെ, t is 10. അപ്പോൾ ഇതിലെ വോൾട്ടേജിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ കിട്ടാനായിട്ട് ആ സമയത്തുള്ള ടൈമിൻ്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ടീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ആണ്. ഓക്കെ, അപ്പോൾ 10 ഇവിടെ ഇട്ട് നമുക്കിത് 110 - 20 എന്ന് കിട്ടും. 110 - 20 എന്ന് പറഞ്ഞാൽ 90 ആണ്. സൈൻ 90 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 120 ആണ്. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. അടുത്തത് 27ാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് റിയാക്റ്റീവ് പവർ ഓഫ് എ സർക്യൂട്ട് ഹാവിംഗ് പവർ ഫാക്ടർ ഓഫ് 0.8 വെൻ ദി അപ്പാരൻറ്റ് പവർ ഓഫ് ദി സർക്യൂട്ട് ഇസ് 200 വോൾട്ട് ആംപിയർ. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 200 വോൾട്ട് ആംപിയർ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പവർ ട്രയാങ്കിൾ. ഇതാണ് നമ്മുടെ റിയാക്റ്റീവ് പവർ Q, നമ്മുടെ ആക്റ്റീവ് പവർ P ഹൊറിസോണ്ടലാണ്. ഇതാണ് നമ്മുടെ അപ്പാരൻറ്റ് പവർ അല്ലെങ്കിൽ കോംപ്ലക്സ് പവർ S. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമുക്ക് തന്നിട്ടുള്ളത് 200 അപ്പാരൻറ്റ് പവർ തന്നിട്ടുണ്ട്, 200 വോൾട്ട് ആംപിയർ തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമുക്ക് കാണേണ്ടത് കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് റിയാക്റ്റീവ് പവറിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം റിയാക്റ്റീവ് പവർ എന്താണ്? ആക്റ്റീവ് പവർ എന്താണ്? ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ VI cos φ ആണ് ആക്റ്റീവ് പവർ. ഓക്കെ, VI എന്താണ്? V × I എന്താണ്? V × I എന്ന് പറഞ്ഞാൽ S തന്നെയാണ്. അപ്പോൾ S cos φ ആണ് നമ്മുടെ ആക്റ്റീവ് പവർ. അപ്പോൾ റിയാക്റ്റീവ് പവർ എന്തായിരിക്കും? Q will be equal to S × sin φ. ഓക്കെ, നമുക്ക് cos φൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, പവർ ഫാക്ടർ തന്നിട്ടുണ്ട് 0.8. അപ്പോൾ cos φൻ്റെ വാല്യൂ 0.8 ആണെങ്കിൽ sin φൻ്റെ വാല്യൂ എന്തായിരിക്കും? ഓക്കെ, sin φൻ്റെ വാല്യൂ എന്തായിരിക്കും? 0.6 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ഓർത്തിരിക്കാം. പവർ ഫാക്ടർ 0.8 ആണെങ്കിൽ അതിൻ്റെ sin φൻ്റെ വാല്യൂ 0.6 ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് എസിൻ്റെ വാല്യൂ അറിയാം, 200 ആണെന്നറിയാം. അതുപോലെ sin φൻ്റെ വാല്യൂ 0.6 ആണ്. അപ്പോൾ രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടും 120 VAR. 120 VAR ആണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഓർത്തിരിക്കേണ്ടത് ഈ പവർ ട്രയാങ്കിൾ ആണ്. ഈ പവർ ട്രയാങ്കിളിലെ ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ അതിൻ്റെ പവർ ഫാക്ടർ ആംഗിൾ എന്ന് പറയാം. അപ്പോൾ ഇതിൽ നിന്ന് cos φ എന്തായിരിക്കും? cos φ നമുക്കറിയാം adjacent ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനിയസ്, P ഡിവൈഡഡ് ബൈ S. അതാണ് നമ്മുടെ പവർ ഫാക്ടർ. ഓർത്തിരിക്കുക. അടുത്തത് 28ാമത്തെ ചോദ്യം,
എ സർക്യൂട്ട് ഇസ് ഹാവിംഗ് പവർ ഫാക്ടർ ഓഫ് 0.8 കൺസ്യൂംസ് 40 വാട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഒരു ആക്റ്റീവ് പവർ ആണ് തന്നിരിക്കുന്നത്. 40 വാട്ട് തന്നിട്ടുണ്ട്. പവർ ഫാക്ടർ 0.8 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 0.8 ആണെങ്കിൽ 0.8 ആണ് നമ്മുടെ പവർ ഫാക്ടർ. ഓക്കെ, വാട്ട് വിൽ ബി ദി വാല്യൂ ഓഫ് റിയാക്റ്റീവ് പവർ? ഓക്കെ, റിയാക്റ്റീവ് പവറിൻ്റെ വാല്യൂ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, നമുക്ക് ഇത് അടുത്ത പേജിൽ നോക്കാം. അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത്? നമുക്ക് ആക്റ്റീവ് പവർ തന്നിട്ടുണ്ട്. എന്താണ് ആക്റ്റീവ് പവർ? 40 വാട്ടാണ്. നമുക്ക് എന്താണ് cos 5 പവർ ഫാക്ടർ തന്നിട്ടുണ്ട്. cos 5ൻ്റെ വാല്യൂ 0.8 ആണ്. അപ്പോൾ 5ൻ്റെ വാല്യൂ എന്തായിരിക്കും? 36.86 ആയിരിക്കും 5ൻ്റെ വാല്യൂ. അതാണ് നമ്മുടെ 5. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കാണേണ്ടത്? നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? കൺസ്യൂംസ് 40 വാട്ട്. വാട്ട് വിൽ ബി ദി വാല്യൂ ഓഫ് റിയാക്റ്റീവ് പവർ? ഓക്കെ, ക്യൂവിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ എസും നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റാം? ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് ടാൻ 36.86 എന്തായിരിക്കും? ടാൻ 36.86 എന്തായിരിക്കും? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടേനിയസ്, ക്യൂ ഡിവൈഡഡ് ബൈ പി. നമുക്ക് കാണേണ്ടത് എന്താണ്? ക്യൂ ആണ് കാണേണ്ടത്. പി നമുക്കറിയാം. പിൻ്റെ വാല്യൂ എത്രയാണ്? പിൻ്റെ വാല്യൂ 40 വാട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ക്യൂ വിൽ ബി ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 30 VAR. ഓക്കെ, 30 VAR ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനും ഈ പവർ ട്രയാങ്കിളും നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്തത് 29ാമത്തെ ചോദ്യം. ഇഫ് അഡ്മിറ്റൻസ് y ഈക്വൽ ടു a പ്ലസ് ജെ ബി ദെൻ a ഇസ്. ഓക്കെ, അഡ്മിറ്റൻസ് y a പ്ലസ് ജെ ബി ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ a? നമ്മൾ നേരത്തെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ചതാണ്. സെഡ് നമുക്ക് r പ്ലസ് ജെ എക്സ് എന്നാണ് എഴുതാം. അതേസമയം അഡ്മിറ്റൻസ് g പ്ലസ് ജെ ബി. ഓക്കെ, ഇതിൽ ജി എന്താണ്? കണ്ടക്റ്റൻസ്. അപ്പോൾ എ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്തത് 30ാമത്തെ ചോദ്യം. ഇഫ് an AC circuit is supplied with an active power of 500 watt, active power തന്നിട്ടുണ്ട് P equal to 500 watt and reactive power of 500 VAR, reactive power തന്നിട്ടുണ്ട്. Then the load power factor of the circuit will be, load power factor എന്തായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാം. ഇതാണ് നമ്മുടെ 5 വരാം. ഇതാണ് നമ്മുടെ ആക്റ്റീവ് പവർ തന്നിട്ടുണ്ട് 500. ഇത് നമ്മുടെ റിയാക്റ്റീവ് പവർ 500. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? tan 5 കണ്ടുപിടിക്കാം. tan 5 വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, tan 5 വന്ന എപ്പോഴാണ് 1 ആവാം? 545 ഡിഗ്രി ആകുമ്പോഴാണ് 1 ആവാം. നമുക്ക് 5ൻ്റെ വാല്യൂ കിട്ടി. 5ൻ്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ പവർ ഫാക്ടർ കണ്ടുപിടിക്കുക. എന്താണ്? cos 5 ആണ് നമ്മുടെ പവർ ഫാക്ടർ. cos 45 എന്താണ്? 1/√2. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഓക്കെ, അപ്പോൾ പവർ ട്രയാങ്കിൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഈ കണ്ട ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അടുത്തത് 31ാമത്തെ ചോദ്യം. ദി പവർ ഫാക്ടർ ഓഫ് എൻ എ സി സർക്യൂട്ട് ഈസ് ഈക്വൽ ടു, ഒരു എ സി സർക്യൂട്ടിലെ പവർ ഫാക്ടർ എത്രയാണ്? ഓക്കെ, നമുക്കറിയാം പവർ ഫാക്ടർ എ സി സർക്യൂട്ടിൽ ആർ ഡിവൈഡഡ് ബൈ സെഡ് ആണ്. പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ സെഡ്, ആർ ഡിവൈഡഡ് ബൈ സെഡ് അല്ലെങ്കിൽ എന്താണ്? ആക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ അപ്പാരൻറ്റ് പവർ. അടുത്തത് 32ാമത്തെ ചോദ്യം. ഇഫ് വി ഇസ് വോൾട്ടേജ് ഫേസർ ആൻഡ് ഐ ഇസ് കറണ്ട് ദെൻ വി ഇൻറ്റു ഐ കോംപ്ലക്സ് റെപ്രസെൻറ്റ്സ്. നേരത്തെ പറഞ്ഞു വി ഇൻറ്റു ഐ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പാരൻറ്റ് പവറാണ്. ഓക്കെ, ഓർത്തിരിക്കുക. വി ഇൻറ്റു ഐ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പാരൻറ്റ് പവറാണ്. അടുത്തത് 33ാമത്തെ ചോദ്യം. ഫോം ഫാക്ടർ ഇൻറ്റു പീക്ക് ഫാക്ടർ ഈക്വൽ ടു വാട്ട്? ഫോം ഫാക്ടർ ഇൻറ്റു പീക്ക് ഫാക്ടർ എന്തായിരിക്കും? ഫോം ഫാക്ടർ എന്താണ്? നമ്മൾ നേരത്തെ പീക്ക് ഫാക്ടർ എന്തായിരുന്നു? പീക്ക് ഫാക്ടർ പറഞ്ഞു മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ ആർ എം എസ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഫോം ഫാക്ടർ? ഫോം ഫാക്ടർ വിൽ ബി ഈക്വൽ ടു ആർ എം എസ് ഡിവൈഡഡ് ബൈ ആവറേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്? ആർ എം എസും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഡിവൈഡഡ് ബൈ ആവറേജ്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. അടുത്തത് 34ാമത്തെ ചോദ്യം. ഇതാണ് നമ്മുടെ അവസാനത്തെ ചോദ്യം. If the AC voltage and current are given by the following expressions, then what is the phase relationship between them? Okay, വീണ്ടും നമ്മുടെ ക്വാഡ്രാന്റ് ഓപ്പറേഷൻ ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഇത് കോസ്, ഇത് സൈന്, ഇത് മൈനസ് സൈന്, ഇത് മൈനസ് കോസ്. ഓക്കെ, രണ്ടും പോസിറ്റീവാണ്. അതുപോലെ തന്നെ രണ്ടും സൈനിൽ തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 200 സൈൻ ഒമേഗ ടി -60 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ 60 ഡിഗ്രി. അടുത്തത് എന്താണ്? ഐക്ക് സൈൻ തന്നെയാണ്, പക്ഷേ വേറെ ഫേസ് ആംഗിളൊന്നും തന്നിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും ഇത് തമ്മിലുള്ള ഡിഫറൻസ്? 60 ഡിഗ്രിയുടെ ഡിഫറൻസ് ആണ്. 60 ഡിഗ്രിയാണ് ഡിഫറൻസ്. കറണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതായിരിക്കും. നമ്മുടെ കറണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം 60 ഡിഗ്രിയിൽ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് നിൽക്കുന്നത് വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് കിട്ടുക? ഇതിൽ കിട്ടുക വോൾട്ടേജ് V ലാഗ്സ് കറണ്ട് ബൈ 60 ഡിഗ്രി. വോൾട്ടേജ് 60 ഡിഗ്രി ലാഗ് ആവും. ഓക്കെ, അതെങ്ങനെയാണ് മനസ്സിലായത്? ഓർത്തിരിക്കുക, ഇതാണ് നമ്മുടെ റെഫറൻസ് V എങ്കിൽ, ഇതാണ് കറണ്ട് എങ്കിൽ, ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കറണ്ട് എങ്കിൽ, കറണ്ട് ലീഡ്സ് വോൾട്ടേജ്. എന്നാൽ അതേസമയം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ എന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ കറണ്ട് ലാഗ്സ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? നമുക്കറിയാം ഐയും വിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഐ നമുക്ക് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്താലാണ്, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്താലാണ് നമുക്ക് എത്താൻ പറ്റുക. അതുകൊണ്ടാണ് V ലാഗ്സ് കറണ്ട് ബൈ 60 ഡിഗ്രി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് AC ഫണ്ടമെന്റൽസിൽ നിന്ന് മെയിനായിട്ട് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കുക. മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് ആദ്യത്തെ ഈ ക്വാഡ്രാന്റ് ഓപ്പറേഷൻ ആണ്. 2 ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കമ്പയർ ചെയ്യാനായിട്ട് രണ്ടും ഒരേ ക്വാണ്ടിറ്റിയിലായിരിക്കണം. അതുപോലെ തന്നെ രണ്ടും തമ്മിലുള്ള മാഗ്നിറ്റ്യൂഡ് പോസിറ്റീവ് ആയിരിക്കണം. കോസ് ഇതായിരുന്നു, സൈൻ ഇതാണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് മൈനസ് സൈൻ, ഇത് മൈനസ് കോസ്. ഓക്കെ, പിന്നെ എന്താണ് ഓർത്തിരിക്കേണ്ടത്? പിന്നെ പവർ ട്രയാങ്കിൾ ഓർത്തിരിക്കണം. ഇതാണ് നമ്മുടെ ആക്റ്റീവ് പവർ P, ഇതാണ് നമ്മുടെ റിയാക്റ്റീവ് പവർ Q, ഇതാണ് നമ്മുടെ കോംപ്ലക്സ് പവർ S, ഇതാണ് നമ്മുടെ പവർ ഫാക്ടർ ആംഗിൾ 5. പിന്നെ എന്താണ് ഓർത്തിരിക്കേണ്ടത്? ടോർക്ക് ടൈം കോൺസ്റ്റന്റ് ഇക്വേഷൻ ഓർത്തിരിക്കുക. L ഡിവൈഡഡ് ബൈ R ആണ്. RL സർക്യൂട്ടിന് RC സർക്യൂട്ടിന് ടോർക്കിൻ്റെ വാല്യൂ RC ആണ്. ഓക്കെ, പിന്നെന്താണ് ഓർത്തിരിക്കേണ്ടത്? ഫോം ഫാക്ടർ എന്താണ്, അതുപോലെ തന്നെ പീക്ക് ഫാക്ടർ എന്താണ് മാക്സിമം വാല്യൂ, എന്താണ് നമ്മുടെ RMS വാല്യൂ. ഇങ്ങനെയുള്ള ടേംസുകളാണ് കൂടുതലായിട്ട് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ തന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ SS എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, എക്സാമിൻ്റെ തലേദിവസം നിങ്ങൾ വേറെ പുതിയതൊന്നും പഠിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.